പാകിസ്ഥാൻ വല്ലാത്ത ആശങ്കയിലാണല്ലോ. ഇപ്പം ലാഹോറിൽ തുടർ സ്ഫോടനം കൊണ്ടെന്ന് കേൾക്കുന്നു, ബലൂചിസ്ഥാനിൽ പ്രശ്നം കൊണ്ടെന്ന് കേൾക്കുന്നു. ലാഹോറിലെ സ്ഫോടനം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചാനലുകളിൽ വലിയ വാർത്തയാണ്. ലാഹോറിൽ അവരുടെ വ്യോമസേന താവളത്തിനടുത്ത് 3 സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പറയുന്നത് ഒരു ഇന്ത്യൻ ഡ്രോൺ പറന്നു വന്നു, അതിനെ വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലാഹോർ എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് 418 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ്. അപ്പോൾ പഞ്ചാബിലെ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ലാഹോർ. അപ്പോൾ നമ്മൾ ഈ സാധാരണ പാകിസ്ഥാൻ കരുതിയിരുന്നത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പഹൽഗാമിനൊരു തിരിച്ചടി ഉണ്ടാകുമ്പോഴത്തേക്ക് അത് മിക്കവാറും POKയിലായിരിക്കും എന്ന് കരുതിയിരുന്ന ഈ പാകിസ്ഥാൻ്റെ പ്രതീക്ഷകളെ തകിടം പറിച്ചുകൊണ്ടാണ് ഇന്ത്യ പഞ്ചാബിലെ ലാഹോറിനെ കേന്ദ്രീകരിച്ച് തന്നെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത്. അത് വല്ലാത്ത ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പഞ്ചാബാണ് പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശം. ആ പഞ്ചാബിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശമാണ് ലാഹോർ. പാകിസ്ഥാൻ മിലിറ്ററിയുടെ പ്രധാനപ്പെട്ട ആളുകൾ താമസിക്കുന്നത്, അങ്ങനെ അതിസമ്പന്നർ താമസിക്കുന്ന, പാകിസ്ഥാൻ എന്താവണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഡിസൈഡിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ലാഹോർ. അവിടെ ഇന്ത്യൻ മിസൈലുകൾ വീണു എന്ന് പറയുമ്പോൾ ഈ കാശുള്ളവന് ഊരിൽ പേടി കൂടുതലാണ്, അല്ലേ? പ്രാണഭയം കൂടുതലാണ്. അവരുടെ സമ്പത്ത് മുഴുവനിരിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് വല്ലാത്ത ഭയം നിലനിൽക്കുകയാണ്. അവിടെ വോൾട്ടൺ എയർഫീൽഡ് എന്ന് പറയുന്ന കറാച്ചിയിലെ ഈ ലാഹോറിലെ പ്രധാനപ്പെട്ട 2 എയർഫീൽഡുകൾ ഇപ്പോൾ ഉണ്ട്, വ്യോമത്താവളങ്ങൾ. അതിലൊന്ന് രണ്ടായി തിരിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് വോൾട്ടൺ എയർഫീൽഡിന് തൊട്ടടുത്താണ് ഉഗ്രസ്ഫോടനം നടന്നത്. അതിൻ്റെ തുടർച്ചയായി 3 സ്ഫോടനങ്ങൾ ഉണ്ടായി. എന്താണ് സംഭവിച്ചതെന്ന് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ആർമി ഒന്നും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ പോലീസ് പറഞ്ഞിരിക്കുന്നു അതൊരു ഇന്ത്യൻ ഡ്രോൺ വന്ന് വീണതാണ്. അപ്പോൾ ഇന്ത്യൻ ഡ്രോൺ വന്ന് വീണു, അത് ഈ വോൾട്ടൺ എയർഫീൽഡിന് നേരെയാണ് വന്നതെങ്കിൽ അവരുടെ വ്യോമതാവളം ആക്രമിക്കാൻ വേണ്ടി വന്ന ഒരു ഡ്രോൺ ആണെന്ന് കണക്കാക്കപ്പെടും. ഏതായാലും പാകിസ്ഥാൻ ആർമി ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ത്യയും പറഞ്ഞിട്ടില്ല. പക്ഷേ ആളുകൾ ലാഹോറിൽ നിന്ന് ഭയങ്കരമായി ഓടുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ 1 കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ സിന്ദൂർ 2 ഉണ്ട്, ഇപ്പോൾ ഇല്ല. 21 ടാർഗറ്റുകളാണ് നമ്മൾ കണ്ടെത്തിയത്. അതിൽ 9 എണ്ണമാണ് നമ്മൾ ഇന്നലെ എലിമിനേറ്റ് ചെയ്തത്. ബാക്കി നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ പദ്ധതിയുണ്ട്. ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് നമ്മുടെ സ്റ്റാൻഡെന്ന് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇനിയൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു, ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു അറിയട്ടെ, എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആരാണ് പാകിസ്ഥാനിൽ ലാഹോറിൽ അതിഭീകരമായ സ്ഫോടനം നടത്തി? അതിൻ്റെ കാഷ്വാലിറ്റിയിൽ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ലാഹോറിൽ വല്ലാത്ത ഭയത്തിലാണ് ജനങ്ങളല്ല, കാശുകാരൻ്റെ പേടി ഇത്തിരി കൂടുതലാണ്. ഒന്നുമില്ലാത്തവന് പോകാനൊന്നുമില്ല. ഇവിടെ വലിയ സമ്പന്നന്മാർ താമസിക്കുന്ന, മിലിറ്ററി ഉൾപ്പെടെയുള്ള, ഭരണ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ലാഹോർ നഗരത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ തുടർച്ചയായി മിസൈലുകൾ വന്ന് വീഴുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഭയമുണ്ട്. ഈ ഭയം നിലനിൽക്കുകയാണ്. ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നൊരു വാർത്ത വരുന്നു. മാച്ച്കുന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA 12 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു. അത് IED സ്ഫോടനം നടത്തിയിട്ടാണ് കൊന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ പാകിസ്ഥാൻ്റെ ആർമിയുടെ വാഹനങ്ങൾ ഇവർ തകർത്തത്. ഇതെങ്ങനെ ഇവർക്ക് സാധിക്കുന്നു എന്ന് വലിയ സംശയം വരുന്നുണ്ട്. കാരണം മുമ്പത്തെ പോലെ സാധാരണ യന്ത്രത്തോക്കുകളും തോളിൽ കൊണ്ടു നടക്കാവുന്ന റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് BLA ആക്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ BLAയുടെ ആക്രമണത്തിൻ്റെ വ്യാപ്തിയും കരുത്തും മാറിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഒഫീഷ്യലി ഇന്ത്യയാണ് ഈ ആക്രമണം നടത്തിയെന്ന്, ഈ ലാഹോറിലേക്കുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് ഒഫീഷ്യലി പാകിസ്ഥാൻ ആർമി പറഞ്ഞിട്ടില്ല, പോലീസാണ് പറഞ്ഞത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിൽ നിന്ന് വന്നതാണോ എന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ നിന്ന്, അതായത് ഇത്രയും ദൂരം ലാഹോർ വരെ ഒരു ഡ്രോൺ പറന്നെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. പാകിസ്ഥാൻ്റെ ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. HQ-9 എന്നൊക്കെ പറയുന്ന ചൈനയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ കയ്യിലുണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ അതൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഫലപ്രദമായിരുന്നില്ല. അങ്ങനെ ഒരു ഇന്ത്യൻ ഡ്രോൺ ഇന്ത്യയിലെ ഏതെങ്കിലും അതിർത്തിയിൽ LOCക്ക് ഇപ്പുറത്തുനിന്ന് ഇന്ത്യയിലൊരു ഡ്രോൺ പറന്ന് അവിടെ ചെല്ലാനുള്ള സാധ്യത വിരളമാണ്. കാരണം ഡ്രോണുകൾ അത്ര ദൂരം പറത്തി ഒരാക്രമണം അത്ര എളുപ്പത്തിൽ നടത്താറില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ലോകരാഷ്ട്രങ്ങളോട് മുഴുവൻ പറഞ്ഞിരിക്കുന്നു സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് എസ്കലേറ്റ് ചെയ്യാനുള്ള ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കെ നമ്മളൊരു ഡ്രോൺ അയക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ഡ്രോൺ എവിടെ നിന്ന് വന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചന. ഈ ഡ്രോൺ BLA അയച്ചതാണോ എന്ന് സംശയം വരുന്നു. BLAക്ക് ഡ്രോൺ എവിടെ നിന്ന് കിട്ടി? BLAക്ക് ഡ്രോൺ കിട്ടണമെങ്കിൽ അത് BLA ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ആക്ഷേപിക്കുന്നത്, ഒന്ന് അഫ്ഗാനിസ്ഥാനും ഒന്ന്
ഇന്ത്യയുമാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇതൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ കൊടുത്തു എന്ന് ഇന്ത്യൻ ഡ്രോണാണെന്ന് പാകിസ്ഥാൻ പോലീസ് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ BLAയുടെ ആക്രമണത്തിന് തീർച്ചയും മൂർച്ചയും കൂടിയിരിക്കുന്നു. കാരണം അവരുടെ പക്കൽ ഡ്രോണുകൾ വന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി കൂടെ മാറുന്നു. പാകിസ്ഥാൻ പട്ടാളത്തെ 12 പേരെ കൊന്നതിന് ശേഷമാണ് ലാഹോറിലേക്ക് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ലാഹോർ ഇരിക്കുന്ന പഞ്ചാബ് പ്രവിശ്യയുമായി വലിയ പകയാണ് BLAക്ക്. കറ്റ്വ നാഷണൽ ഹൈവേ വഴി പോകുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ആളുകളുടെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കും. പഞ്ചാബ് കാശ്മീരിൽ നിന്നുള്ളവരാണെങ്കിൽ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലും BLAക്കാരെ. അപ്പോൾ BLAക്ക് എക്കാലത്തും ഈ ബലൂചിസ്ഥാൻ്റെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുത്ത്, നമുക്കറിയാം പാകിസ്ഥാൻ്റെ വിസ്തൃതിയുടെ 44% ബലൂചിസ്ഥാനാണ്. അവിടെയാണ് ഏറ്റവും വലിയ ധാതു നിക്ഷേപവും എണ്ണ നിക്ഷേപവും ഒക്കെ ഉള്ളത്. ഇത് മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ട് പോവുകയാണ് പാകിസ്ഥാൻ. എന്നിട്ട് പഞ്ചാബിനും സിന്ധ് മേഖലയിലേക്ക് കൊടുക്കുകയാണ്. ബലൂചിസ്ഥാനിലേക്ക് ഒന്നും കൊടുക്കില്ല. കാരണം ബലൂചിസ്ഥാനോട് ഇവർക്ക് പണ്ടേ ദേഷ്യമാണ്. കാരണം ബലൂചിസ്ഥാനും ഈ ഖൈബർ പഖ്തൂൺ മേഖലയും പാകിസ്ഥാൻ്റെ ഭാഗമാണെങ്കിലും അവർ അവിടുത്തെ മുസ്ലിമുകളെ അധകൃത മുസ്ലിമുകളായിട്ടാണ് കാണുന്നത്. ഇത് തന്നെയായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിലെ അവസ്ഥ. ബംഗ്ലാദേശികളെ അവർ വളരെ മൂന്നാംകിട പൗരന്മാരായി കണ്ടുകൊണ്ടിരുന്നു. വലിയ കൂട്ടക്കൊല ബലാത്സംഗങ്ങളൊക്കെ നടത്തി അവസാനമാണ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായിട്ട് അവർ മുക്തിവാഹിനിയുടെ പോരാട്ടത്തിൽ വേറെ രാജ്യമായി മാറിയത്. ഇതേ അവസ്ഥയാണ് പാകിസ്ഥാനിൽ. പഞ്ചാബും സിന്ധും മാത്രം ആണ് വരേണ്യവർഗ പാകിസ്ഥാനികളെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. ബാക്കിയല്ല അധകൃതരായി കരുതുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ രക്തവും സമ്പത്തും ഊറ്റിക്കുടിക്കുന്ന ലാഹോറിലെയും പഞ്ചാബിലെയും സിന്ധിലെയും ആളുകൾ ഞങ്ങളുടെ ശത്രുക്കളാണ്, അവരെ കൊല്ലണമെന്ന് വാശിയുള്ളവരാണ് BLA. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്ത്യയോട് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, തീവ്രവാദികളെ ഇങ്ങോട്ട് കയറ്റിവിടുക. അവർക്ക് ഇന്ത്യയിലൊരു താല്പര്യമില്ല. കാശ്മീർ നമ്മുടെയാണ്. നമ്മുടെ ഭാഗമായ കാശ്മീർ അവർക്ക് വേണം എന്നാവശ്യപ്പെട്ടാണ് തീവ്രവാദികളെ കടത്തിവിടുന്നത്. പക്ഷെ ബലൂചിസ്ഥാൻ അങ്ങനെയല്ല. ബലൂചിസ്ഥാൻ ഒരു കാലത്ത് സ്വതന്ത്ര രാജ്യമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ, പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയ അതേ ദിവസം തന്നെ 1947 ഓഗസ്റ്റ് 14 ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ കലാത്ത് എന്ന് പറയുന്ന രാജ്യമാണ് ഈ ബലൂചിസ്ഥാൻ. ആ ബലൂചിസ്ഥാനെ സൈനിക നടപടികളിലൂടെ പിടിച്ചെടുത്ത് കൂടെ ചേർത്തതാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ്റെ അധിനിവേശത്തെ ബ്രിട്ടീഷുകാർ ഞങ്ങളെ കീഴടക്കി ഭരിച്ചതുപോലെ ബലൂജിനെ പാകിസ്ഥാൻ ഭരിക്കുകയാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ആ ജനത പോരാടുന്നത്. അപ്പോൾ അവർക്ക് സഹായം കൊടുക്കുക എന്നുള്ളത് ഇന്ത്യ പ്രത്യക്ഷമായി സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ചില അനുഗ്രഹാശിസുകൾ ഉണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയിൽ ബലൂചിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഏതായാലും പാകിസ്ഥാൻ്റെ അകത്ത് ഇന്ത്യയുമായി വലിയ ടെൻഷൻ ഉണ്ടാവുകയും പാകിസ്ഥാൻ ഇപ്പോൾ ഭയന്നിട്ട് പാകിസ്ഥാൻ്റെ ആർമിയുടെ വലിയൊരു വിഭാഗത്തെ ലാഹോറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാകിസ്ഥാൻ ആർമി ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന്, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ നിന്ന്, ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ നിന്നൊക്കെ പതുക്കെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം BLAയും TTPയും അടക്കമുള്ള വിമോചന പോരാളികൾ അവസരമാക്കി വിനിയോഗിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇതല്ലാത്തപ്പോൾ തന്നെ പാകിസ്ഥാൻ പട്ടാളം അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ പട്ടാളക്കാരെ ഓടിച്ചിട്ട് പിടിപ്പിച്ചു കൊല്ലുമായിരുന്നു BLA. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള ഒരു ടെൻഷനിലേക്ക് മാറുമ്പോൾ ബലൂചിസ്ഥാനികളിലെ പോരാട്ടത്തെയും ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ പോരാട്ടത്തെയും നേരിടാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ BLAക്ക് ഡ്രോണുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇവിടുന്ന് വിടണ്ട, അവിടുന്ന് അവർ വിട്ടോളും. അങ്ങനെ വിടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ തന്നെ ഡ്രോൺ ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ അകത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് ഇന്ന് ലാഹോറിൽ നടന്ന 3 സ്ഫോടനങ്ങൾ ഇന്ത്യൻ ഡ്രോണാണെന്ന് പാകിസ്ഥാൻ പോലീസ് പറയുന്നുണ്ട്. ഇന്ത്യ അത് നിഷേധിക്കാനും പോയിട്ടില്ല, അംഗീകരിക്കാനും പോയിട്ടില്ല. പാകിസ്ഥാൻ ആർമിയും ഈ ഡ്രോൺ ഇന്ത്യനാണോ, എവിടെ നിന്ന് വന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഡിഫൻസ് സൈറ്റുകളൊക്കെ പറയുന്നത് BLAക്ക് ഇന്ത്യ വലിയ തോതിൽ ആയുധ സന്നാഹങ്ങൾ മാത്രമല്ല ഏരിയൽ അറ്റാക്കിനുള്ള ഡ്രോണുകൾ വരെ ഇന്ത്യ കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം ചില സൈറ്റുകൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ BLAയാണ്. BLAക്ക് ഡ്രോണുകൾ കൈവശമായിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരും. ഇപ്പോൾ രാവിലെ ഈ മിച്ച്കുന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് IED സ്ഫോടനത്തോടെ 12 പട്ടാളക്കാരെ ഞങ്ങൾ കൊന്നുവെന്ന് വോയിസ് ഓഫ് ബലൂച്ച് മിസ്സിംഗ് പേഴ്സൺ അങ്ങനെ ഒരു സംഘടനയുണ്ട്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ തന്നെ സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു നോൺ മിലിറ്ററി സംഘടനയാണ് വോയിസ് ഓഫ് ബലൂച്ച് മിസ്സിംഗ് പേഴ്സൺ. ബലൂചിസ്ഥാനിൽ നിന്ന് കാണാതായ ആളുകളുടെ ശബ്ദം എന്ന് പറയാം. അതായത് ബലൂചിസ്ഥാനിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ISIയും പാക് പട്ടാളവും വന്നിട്ട് ഓരോരുത്തർ പിടിച്ചുകൊണ്ട് പോകും.
പിടിച്ചോണ്ട് പോയാൽ പിന്നെ അവരെ കാണുകയില്ല. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്നാണ് ഇത് പറയുന്നത്. ആളുകളെ പിടിച്ചോണ്ട് പോവുക, പിന്നെ അവരെ കാണത്തില്ല. അവർ ബലൂചിസ്ഥാൻ BLA സപ്പോർട്ടർമാരൊക്കെ ആയിട്ടുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് വന്നു. 2024 മാത്രം 2050 നിരപരാധികളെ ഇങ്ങനെ പാകിസ്ഥാൻ പട്ടാളം ISI കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് വോയിസ് ഓഫ് ബലൂച്ച് മിസ്സിംഗ് പേഴ്സൻ്റെ കണക്ക്. ഈ വോയിസ് ഓഫ് മിസ്സിംഗ് പേഴ്സൺ ആണ് പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാൻ ഞങ്ങളുടെ ചുടക്കുട്ടികളായ BLA ഭടന്മാർ ഇന്നലെ 12 പാകിസ്ഥാൻ പട്ടാളക്കാരെ തട്ടിയിട്ടുണ്ടെന്ന് പറയും. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യയിൽ നിന്ന് വെടിയുണ്ടകളും മിസൈലുകളും ഡ്രോണുകളും അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും പാകിസ്ഥാനകത്ത് നിന്ന് തന്നെ ഇതൊക്കെ ആവശ്യം പോലെ കിട്ടാനുള്ള സന്നാഹങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലാഹോറിൽ നടന്ന ആക്രമണം എന്ന് തോന്നുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ത്യ പറയേണ്ടതുണ്ട്, പാകിസ്ഥാൻ പറയേണ്ടതുണ്ട്. ഇന്ത്യക്ക് ഒരു പറയത്തൊന്നുമില്ല. പാകിസ്ഥാൻ പറഞ്ഞതിന് ശേഷമാണ് ഇന്ത്യക്ക് പ്രതികരണം ഉണ്ടാവുക. ഏതായാലും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങൾ സിന്ദൂർ 1 ശേഷം ഞങ്ങൾ എസ്കലേറ്റ് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട് ചെയ്താൽ തിരിച്ച് ചെയ്യും. തിരിച്ച് അതിമാരകമായ അടി കൊടുക്കുമെന്ന്. അതിമാരകമായ അടി നമ്മൾ പറയുന്നുണ്ട്. ഇനി ഞങ്ങൾ ആക്രമിക്കുന്നത് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വല്ലാത്തൊരു മുന്നേറ്റം നടത്തുകയാണ്. അവരുടെ പക്കൽ ഇന്നലെ വരെ ഇല്ലാതിരുന്ന പുതിയ ആയുധങ്ങളും സന്നാഹങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.